ADGP അജിത് കുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കില്ലെന്നും നടപടിയെടുക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഈ വിഷയം സംസ്ഥാന സർക്കാർ അന്വേഷിച്ചു വരികയാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ADGP RSS നേതാക്കളെ കണ്ടതല്ല കുഴപ്പമെന്നും എന്നാൽ എന്തിനാണ് കണ്ടത് എന്നതാണ് വിഷയമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. LDFന്റെ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. LDF യോഗത്തിന്റെ വിവരങ്ങളൊപ്പം തന്നെ TP രാമകൃഷ്ണന്റെ വാർത്താസമ്മേളനത്തിന്റെ വിശദാംശങ്ങളൊക്കെയുമായി വിജിൻ വായാന്തോട്. LDF കൺവീനറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ LDF യോഗത്തിന് ശേഷമാണ് TP രാമകൃഷ്ണൻ മാധ്യമപ്രവർത്തകരെ കണ്ടത്. എന്തായാലും LDF ചർച്ച ചെയ്ത വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം LDF നിലപാടുകൾ വിശദീകരിച്ചു. ഏറ്റവും വിവാദമായി ഇരിക്കുന്ന ഇപ്പോഴത്തെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്നായ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PV അൻവർ MLA ഉന്നയിച്ച പരാതിയിൽ അതിൽ സർക്കാർ കൃത്യമായ അന്വേഷണം നടത്തുകയാണ്. സർക്കാരിന് ചട്ടങ്ങളും നടപടികളും പൂർത്തീകരിച്ച ശേഷം മാത്രമേ അതിൽ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്ന കാര്യവും LDF യോഗം ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും പല കക്ഷികൾക്കും പല നിലപാടുകൾ ഉണ്ടാകാം. പക്ഷേ LDF ഒരുമിച്ച് ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന കാര്യവും LDF കൺവീനർ ആയ ശേഷം ആദ്യത്തെ യോഗത്തിന് ശേഷം വിശദീകരിച്ചു. ADGP അജിത് കുമാർ അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം. ഇവിടെ അൻവർ നൽകിയ പരിപാടി തൃശ്ശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകും. നിലവിൽ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അത് കൃത്യമായി സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നിരന്തരമായി ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന കാര്യം PV അൻവർ പരിശോധിക്കണം. PV അൻവർ CPIMന്റെ അംഗമല്ല, പക്ഷേ LDFന്റെ ഭാഗമാണ് എന്ന കാര്യം ഓർക്കണമെന്ന കാര്യവും TP രാമകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. എന്തായാലും P ശശിക്കെതിരെ നിലവിൽ PV അൻവർ ഒരു പരാതിയും നൽകിയിട്ടില്ല എന്ന കാര്യവും LDF യോഗം ചർച്ച ചെയ്തു. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ നിലയിൽ ചില സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കില്ല. അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. ഒരു പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു, അതിനെ വരെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എഴുതി സമർപ്പിക്കാം. EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് കൊണ്ടല്ല എന്ന കാര്യം TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. മറ്റ് സംഘടനാപരമായ നടപടികളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു മാറ്റമുണ്ടായത്. പാർട്ടി പ്രവർത്തകർ ഏതൊക്കെ തരത്തിലുള്ള പദവികൾ വഹിക്കണമെന്ന കാര്യം തീരുമാനിക്കുന്നത് പാർട്ടിയാണ് എന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ജാവ്ദേക്കറെ കണ്ട വിഷയത്തിലല്ല EP ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ്. നാളെ എന്നെ മാറ്റിയെന്ന് വരും. ഞങ്ങളെല്ലാം CPMന്റെ പ്രവർത്തകന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. അങ്ങനെ പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം. അതിന് ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും LDFന്റെ അടിത്തറ വിപുലമാക്കാനുള്ള നടപടികളിലേക്കാണ് LDF കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ശക്തമായ നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന ചർച്ചയാണ് ഉയർന്നു വരികയും ചെയ്തത്. അത്തരം നടപടികളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി.